ഹലോ ഗൈസ്, നമുക്കിന്ന് സ്ട്രീറ്റ് ഫുഡായ സോയ കബാബ് ഒന്ന് റെഡിയാക്കി എടുത്താലോ. അപ്പോൾ നോക്കി, നമ്മൾ സ്ട്രീറ്റ് ഫുഡായ സോയ കബാബ് ഒന്നി പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സ്ട്രീറ്റ് ഫുഡായിട്ടൊക്കെ ആണല്ലേ കൂടുതലും കഴിക്കാറ്. അത് നമുക്ക് വീട്ടിൽ ഇത്രയും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. നമ്മളെ വീട്ടിൽ ഫാമിലി ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ വയ്ക്കുമ്പോൾ സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരൈറ്റാട്ടോ. സ്നാക്സ് ആയിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയൊരൈറ്റം. ചായയുടെ കൂടെ കടിയായിട്ടായിരുന്നാലും സൂപ്പറായിട്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സോയ ചങ്ക്സിനെ നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കതിനെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി അതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് മുന്നായിട്ട് തന്നെ ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞ് ചെറുതായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ക്രഷ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലോട്ട് ഈ ചേരുവകളെല്ലാം ഒന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ ഇതിലോട്ട് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു കപ്പ് സോയ ബോൾ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒരു അര കപ്പ് കടലമാവ് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. അഥവാ വെള്ളത്തിൻ്റെ അളവ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ആവശ്യത്തിനനുസരിച്ച് കടലമാവ് ബാക്കി പിന്നെ ചേർത്താൽ മതി. അപ്പോൾ കടലമാവ് ചേർത്ത് കൊടുത്ത ശേഷം അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പൊടിയായിട്ട് മുളക് പൊടിയും ഗരം മസാലയും ചാട്ട് മസാലയും മഞ്ഞൾപ്പൊടിയാണ് ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ അളവ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കടലമാവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഈ സവാളയിൽ നിന്നൊക്കെ ഇച്ചിരി വെള്ളം ഇറങ്ങി വരും. അതുപോലെ തന്നെ നമ്മുടെ സോയയിലും വെള്ളം കാണും. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ, ഡീപ്പ് ഓയിൽ ഫ്രൈ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഡീപ്പ് ഓയിൽ ആക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിലധികം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ശാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതൊക്കെ നമ്മൾ സാധാരണ റിഫൈൻഡ് ഓയിലായിരിക്കും കൂടുതലായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനനുസരിച്ച് നമുക്കിത് ഓരോന്നായിട്ട് പ്രിപ്പയർ ചെയ്തിടാം. കൂടുതലായിട്ട് ഈ കബാബ് കിട്ടുന്ന ഈ ഒരു ഷേപ്പിലാട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒരു പെൻസിലോ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ടൂത്ത് പിക്ക് പോലത്തെ ഐറ്റംസോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഷേപ്പിലാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ വടയുടെ സൈസിൽ കട്ട്ലറ്റ് പോലെയൊക്കെ ആ സൈസിലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നൊന്നായിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുന്ന സമയത്ത് നമുക്കിതിന് ഓരോന്നായിട്ട് കോരി മാറ്റിയെടുക്കാം കേട്ടോ. സൂപ്പറായിട്ട് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. സ്നാക്കായിട്ട് എപ്പോഴും കഴിക്കുന്നതിന് കുറച്ച് വെറൈറ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളവരായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.